ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എക്സ്റ്റിംഗ്വിഷർ ഫോർ എഞ്ചിനീയറിംഗ് ടിപ്സിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഈ ഒരു വീഡിയോയിൽ നാം ഡിസ്കസ് ചെയ്യുന്നത് ഒരു ഫയർ പ്രൊട്ടക്ഷൻ സിസ്റ്റത്തിന്റെ ഡ്രോയിങ് സബ്മിഷൻ റിക്വയർമെന്റ്സ് ആണ്. ഈ ഒരു ടോപ്പിക് നാം ഡിസ്കസ് ചെയ്യാൻ കാരണം നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് വീഡിയോസ് ആയിട്ട് ഒരു ഫയർ പ്രൊട്ടക്ഷൻ സിസ്റ്റത്തിന്റെ ബേസിക് കൺസെപ്റ്റുകളും അതുപോലെ തന്നെ NFPA അതല്ലെങ്കിൽ UI ഫയർ കോഡ് ബേസ്ഡ് ആയിട്ടുള്ള അതിന്റെ ഡിസൈനിങ് അപ്രോച്ചസും തിയറീസും ഒക്കെ നാം ഓൾറെഡി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പെൻഡിങ് ടോപ്പിക്സ് നാം വരും വീഡിയോസിൽ കവർ ചെയ്യും. എന്നാൽ പലപ്പോഴും ആളുകൾ ചോദിക്കുന്ന ഒരു ഡൗട്ട് അതല്ലെങ്കിൽ നാം ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ്, ഇങ്ങനെയൊക്കെ ഡിസൈനിങ് അപ്രോച്ചുകൾ പഠിച്ചിട്ട് ഒരു ഡ്രോയിങ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാലും മിക്ക കേസിലും എഞ്ചിനീയറിംഗ് അതോറിറ്റീസിൽ നിന്ന് അത് റിജക്ഷൻ വരുന്നത് പതിവാണ്. അപ്പോൾ മേജർ കമന്റ്സുകളൊക്കെ അവർ മെൻഷൻ ചെയ്യും. നമുക്കറിയാം, കൊറോണയ്ക്ക് ശേഷം നാം ഫേസ് ചെയ്യുന്ന ഒരു വലിയ ഇഷ്യൂ ആണ്, എല്ലാ ആപ്ലിക്കേഷൻസും ത്രൂ ഓൺലൈൻ ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഡ്രോയിങ് റിവ്യൂ ചെയ്യുന്ന എഞ്ചിനീയേഴ്സിനെ ഡയറക്റ്റ് മീറ്റ് ചെയ്യാനോ കോൺടാക്ട് ചെയ്യാനോ ഒക്കെ പലപ്പോഴും നമുക്ക് ബുദ്ധിമുട്ടാണ്. സ്പെഷ്യൽ അപ്പോയിന്റ്മെന്റ് ഒക്കെ എടുത്തിട്ട് വേണം നാം അവരെ മീറ്റ് ചെയ്യുവാനും. അപ്പൊ മേജർ കമന്റ്സ്, കോഡ് റിലേറ്റഡ് ഇഷ്യൂസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, അവരെ മീറ്റ് ചെയ്തിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. എന്നാൽ പലപ്പോഴും ഈ ഒരു ഡ്രോയിങ് റിജക്ഷൻ വരുന്നത് ആ ഒരു ഡ്രോയിങ് സബ്മിറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അറേഞ്ച് ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ലൈക്ക് അതിന്റെ ഫയൽ ഫോർമാറ്റ് ആൻഡ് സൈസ്, അല്ലെങ്കിൽ നമ്പർ ഓഫ് ഫയൽസ്, അതല്ലെങ്കിൽ നാം ഫോളോ ചെയ്യേണ്ട ലെജൻസ്, അതിന്റെ കളർ കോഡ്, ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങളൊന്നും മിക്ക കേസിലും ഓൺലൈനിൽ അവർ കമന്റ് ആയിട്ട് പോലും മെൻഷൻ ചെയ്യില്ല. ഇനി നമ്മൾ അപ്പോയിന്റ്മെന്റ് എടുത്ത് ഡിസ്കഷന് പോയാൽ തന്നെ ഇങ്ങനെ ബേസിക് കാര്യങ്ങളൊന്നും ക്ലാരിഫൈ ചെയ്യാൻ അവർക്ക് സമയം ഉണ്ടാവില്ല. അപ്പൊ ഇത്തരം കാര്യങ്ങൾ അറിയാതെ 2-3 പ്രാവശ്യമൊക്കെ ഡ്രോയിങ് റിജക്ഷൻ വരുമ്പോൾ ഒരുപക്ഷെ ഡിസൈനർ എന്നുള്ള രീതിയിൽ നമുക്കും അതുപോലെ തന്നെ ഈവൻ നമ്മുടെ കമ്പനിക്ക് പോലും ബ്ലാക്ക് ലിസ്റ്റോ നെഗറ്റീവ് മാർക്കോ ഒക്കെ വരാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ നാം കൂടുതൽ സമയം വേസ്റ്റ് ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ്. ഞാനത് വളരെ ഈസി ആയിട്ട് ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത്, ഫസ്റ്റ് നമുക്ക് ഡ്രോയിങ് സബ്മിഷൻസിന്റെ ജനറൽ റിക്വയർമെന്റ്സ് ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യാം. അതിൽ ഫയൽ ഫോർമാറ്റ്, സൈസ്, നമ്പർ ഓഫ് ഫയൽസ്, ഫയൽ നെയിംസ്, നോട്ട് സബ്മിറ്റ് ദീസ് ഡ്രോയിങ്സ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അത് ചില കൺട്രീസിൽ ചെറിയ ചേഞ്ചസ് ഒക്കെ ഉണ്ടെങ്കിലും അത് നമുക്ക് ഈസിലി അക്സെപ്റ്റബിൾ ആയിരിക്കും. നെക്സ്റ്റ് വരാനുള്ളത് റീസൺ ഫോർ റിജക്ഷൻസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കോമൺലി ഡ്രോയിങ് റിജക്ഷൻ വരുന്ന കുറെ റീസൺസ് ഉണ്ട്. അപ്പൊ അതിൽ തന്നെ ആർക്കിടെക്ചറൽ ഡ്രോയിങ്സ് അല്ലെങ്കിൽ ലൈഫ് സേഫ്റ്റി ഡ്രോയിങ്സ്, അത് തന്നെ ഫയർ ഡിറ്റക്ഷൻ ആൻഡ് അലാറം സെക്ഷനിൽ എന്തൊക്കെ കമന്റ്സ് ആണ് കോമൺലി വരാറ്, എമർജൻസി ലൈറ്റിംഗിൽ കോമൺലി റിജക്ഷൻ വരുന്ന റീസൺസ്, ഫയർ പ്രൊട്ടക്ഷൻ ആൻഡ് സപ്രഷൻ, സ്മോക്ക് കൺട്രോൾ മാനേജ്മെന്റ്, LPG അല്ലെങ്കിൽ നാച്ചുറൽ ഗ്യാസ്, ഇങ്ങനെ ഡിഫറെന്റ് സെക്ഷൻസ് ആയിട്ട് ഓരോന്നിനും നോർമൽ കേസിൽ റിജക്ഷൻ വരുന്ന റീസൺസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. പിന്നെ നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് ഫെമിലിയർ ആവേണ്ട ഒരു ടോപ്പിക്കാണ് ലെജൻസ് ഓൺ ദി ഡ്രോയിങ്. നമ്മൾ നോർമലി ഫോളോ ചെയ്യുന്ന ലെജൻസ് ഇതുപോലെ തന്നെ ഡിഫറെന്റ് സെക്ഷൻസിൽ ഫയർ അലാറം, അതുപോലെ തന്നെ എമർജൻസി ലൈറ്റിംഗ്, ഫയർ പ്രൊട്ടക്ഷൻ, സ്മോക്ക് കൺട്രോൾ, ഓരോന്നിന്റെയും ലെജൻസ് വളരെ ഫാസ്റ്റ് ആയിട്ട് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. നെക്സ്റ്റ് നാം ശ്രദ്ധിക്കേണ്ടത്, നമുക്കറിയാം ഡ്രോയിങ്സിന്റെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡ്രോയിങ് നാം സബ്മിറ്റ് ചെയ്യാറുണ്ട്. നമുക്കറിയാം, നമ്മൾ കൺസൾട്ടൻസ് സബ്മിഷൻ ചെയ്യാറുണ്ട്. കൺസൾട്ടന്റ് ഡ്രോയിങ് എന്ന് പറഞ്ഞിട്ട് പ്രൈമറി ഡ്രോയിങ് അല്ലെങ്കിൽ ഷോപ്പ് ഡ്രോയിങ് എന്നൊക്കെ പറഞ്ഞിട്ട് കൺസൾട്ടന്റ് ഡ്രോയിങ് നാം സബ്മിറ്റ് ചെയ്യാറുണ്ട്. നെക്സ്റ്റ് ചില കേസുകളിൽ ഡെക്കോർ അല്ലെങ്കിൽ ഫിറ്റ് ഔട്ട് സബ്മിഷൻസ് നമുക്ക് വരാറുണ്ട്. അതുപോലെ തന്നെ നാം സബ്മിറ്റ് ചെയ്യുന്നതാണ് മറ്റൊന്ന് മോഡിഫിക്കേഷൻസ് അല്ലെങ്കിൽ റിവിഷൻസ് ആയിട്ട് ഡ്രോയിങ് സബ്മിഷൻ വരാറുണ്ട്. അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ സബ്മിഷൻസ് വരാറുണ്ട്. പിന്നെ നാം ചിന്തിക്കേണ്ടത്, ചിലപ്പോൾ ചെറിയ ഇവന്റ്സ് ഒക്കെ വരുന്ന സമയത്ത്, എസ്പെഷ്യലി ടെന്റ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിന്റെ ഇവന്റ് പ്രപ്പോസൽ സബ്മിഷൻസ് വരാറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് സ്പെഷ്യൽ അപ്രൂവൽസ് ലൈക്ക് ക്ലാഡിങ് അല്ലെങ്കിൽ കർട്ടൻ വാൾ അല്ലെങ്കിൽ റൂഫിംഗ്, ഇതിന്റെയൊക്കെ അപ്രൂവലിന് വേണ്ടി ഡ്രോയിങ് സബ്മിറ്റ് ചെയ്യാറുണ്ട്. ഇങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡ്രോയിങ് സബ്മിഷൻസ് ഉണ്ട്. അപ്പൊ എല്ലാ ഡ്രോയിങ്സും സെയിം അല്ല, അതിൽ ചെറിയ ചെറിയ ചേഞ്ചസ് ഉണ്ട്. അപ്പൊ അതിന്റെ ചെറിയൊരു കൺസെപ്റ്റ് നാം മനസ്സിലാക്കണം. ഫോർ എക്സാമ്പിൾ, കൺസൾട്ടന്റ് സബ്മിഷൻ നമുക്കറിയാം, ഒരു ഡ്രോയിങ് പുതിയതായിട്ട് നാം പ്രപ്പോസ് ചെയ്യുമ്പോൾ അവർ കൺസൾട്ടന്റ് പ്രിപ്പയർ ചെയ്യുന്ന ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡ്രോയിങ് ആണ് നോർമൽ കേസിൽ കൺസൾട്ടന്റ് സബ്മിഷൻ, അതല്ലെങ്കിൽ പ്രൈമറി ഡ്രോയിങ് എന്നൊക്കെ നാം പറയുന്നത്. ഇനി നെക്സ്റ്റ് ഡെക്കോർ ഡ്രോയിങ് എപ്പോഴാണ് വരിക? ഡെക്കോർ ഡ്രോയിങ് വരുന്നത് നോർമൽ കേസിൽ എക്സിസ്റ്റിംഗ് ഒരു ഏരിയയിൽ ഫോർ എക്സാമ്പിൾ ഒരു ഷെഡ് നമ്മൾ അപ്രൂവലൊക്കെ കഴിഞ്ഞ് പാസ് ചെയ്തതിനു ശേഷം അവിടെ ഒരു ടെനന്റ് വന്നു, അവരൊരു ഓഫീസ് ഏരിയയോ അല്ലെങ്കിൽ പാർട്ടീഷൻസ് ഒക്കെ ചെയ്യുമ്പോൾ എക്സിസ്റ്റിംഗ് ഏരിയയിൽ ഒരു ഡെക്കോർ അല്ലെങ്കിൽ അഡീഷണൽ വർക്കുകളോ അല്ലെങ്കിൽ പാർട്ടീഷൻസ് ഒക്കെ ചെയ്യുമ്പോൾ നോർമൽ കേസിൽ നാം സബ്മിറ്റ് ചെയ്യുന്ന അപ്രൂവലിന് വേണ്ടി സബ്മിറ്റ് ചെയ്യുന്നതാണ് ഡെക്കോർ അല്ലെങ്കിൽ ഫിറ്റ് ഔട്ട് സബ്മിഷൻസ്. നെക്സ്റ്റ് ഒരു റീസബ്മിഷൻസ് എപ്പോഴാണ് വരാം? മോഡിഫിക്കേഷൻസ് അല്ലെങ്കിൽ റിവിഷൻസ് എപ്പോഴാണ് വരാറ്? നമ്മുടെ കേസിൽ ഒരു പുതിയ ചിലപ്പോൾ ഡ്രോയിങ് അപ്രൂവലൊക്കെ എടുത്തിട്ടുണ്ടാവാം, ആ വർക്കൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്ക് ചിലപ്പോൾ അതിന്റെ ഡ്രോയിങ് എക്സ്പയറി ആവും. അതല്ലെങ്കിൽ നാം ഇനീഷ്യലി സ്റ്റാർട്ടിങ്ങിൽ നാം ചെയ്ത ഡ്രോയിങ്ങിൽ നിന്ന് ചില മോഡിഫിക്കേഷൻസ് ചേഞ്ചസ് ഒക്കെ വന്നിട്ടുണ്ടാവും. അങ്ങനെയുള്ള സമയത്ത് ബിൽഡിംഗ് കംപ്ലീഷൻ കംപ്ലീറ്റ് ആവുന്നതിന്റെ മുന്നേ നാം വീണ്ടും ആ ഒരു ബിൽഡിംഗ് കംപ്ലീഷൻ അപ്ലൈ ചെയ്യുന്നതിന്റെ മുന്നേ നാം എടുക്കുന്ന ഡ്രോയിങ് ആണ് മോഡിഫിക്കേഷൻസ് അല്ലെങ്കിൽ റിവിഷൻസ് ഡ്രോയിങ്. ഇങ്ങനെ ഡിഫറെന്റ് ഡ്രോയിങ്സ് നമുക്ക് ഫെമിലിയർ ആവണം. ആ ഓരോ ഡ്രോയിങ്ങിന്റെയും കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് അതിൽ ഫോർ എക്സാമ്പിൾ
നമ്മൾ കൺസൾട്ടന്റ് ഡ്രോയിങ് എടുക്കുകയാണെങ്കിൽ കൺസൾട്ടന്റ് ഡ്രോയിങ്ങിൽ നാം ഫോളോ ചെയ്യേണ്ട ലൈഫ് സേഫ്റ്റി ഡ്രോയിങ്സ് ആണെങ്കിൽ എങ്ങനെയാണ് അത് ഫോളോ ചെയ്യേണ്ടത്, അതിലുള്ള കളർ സ്കീം എന്താണ് ഫോളോ ചെയ്യേണ്ടത്, അതുപോലെ തന്നെ ഫയർ ഡിറ്റക്ഷൻ ആൻഡ് അലാറം സിസ്റ്റത്തിൽ അല്ലെങ്കിൽ വോയിസ് ഇവാക്യുവേഷനിലൊക്കെ ഏത് കളർ സ്കീം ഫോളോ ചെയ്യണം, ഫയർ പ്രൊട്ടക്ഷൻ ആൻഡ് സപ്രഷൻ സിസ്റ്റത്തിൽ എങ്ങനെയാണ് പ്രൊസീഡ് ചെയ്യേണ്ടത്, അതിൽ ഫോളോ ചെയ്യേണ്ട കളർ സ്കീം, സ്മോക്ക് കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ് സിസ്റ്റത്തിൽ എങ്ങനെയാണ് അതിന്റെ കളർ സ്കീം, LPG ഓർ നാച്ചുറൽ ഗ്യാസ് അതിന്റെ കളർ സ്കീം, അത് ഇൻഡിവിജ്വൽ ഡെക്കോർ ഡ്രോയിങ് ആണെങ്കിലും സെപ്പറേറ്റ് ഇതേപോലെ ക്ലാസിഫൈ ചെയ്തിട്ട് ഓരോന്നിലും നമ്മൾ എങ്ങനെയാണ് ഹൈലൈറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ആ പോർഷൻ മാർക്ക് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള മോഡിഫിക്കേഷൻസ് അല്ലെങ്കിൽ റിവിഷൻസ് വരുമ്പോൾ ഇതുപോലെ ഓരോ ഏരിയ നമ്മൾ എങ്ങനെ ഹൈലൈറ്റ് ചെയ്യണം, അതെന്താണ് അതിന്റെ കൺസെപ്റ്റ്, അങ്ങനെയുള്ള ബേസിക് ഡീറ്റെയിൽസ് ഒക്കെ വളരെ ഫാസ്റ്റ് ആയിട്ട് ഇത് നമ്മൾ കൂടുതൽ ടൈം വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, വളരെ ഫാസ്റ്റ് ആയിട്ട് ഇതൊന്ന് നമുക്ക് ഡിസ്കസ് ചെയ്ത് പോവാം. അതുപോലെ തന്നെ ഇവന്റ് പ്രപ്പോസലൊക്കെ വരുമ്പോൾ നമുക്കറിയാം അതിന് ഇവന്റ് പ്രപ്പോസൽ ലെറ്റർ വേണം, അതുപോലെ തന്നെ അതിന്റെ ലേഔട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യണം, അഡീഷണൽ ഡോക്യുമെന്റ്സ് ഉണ്ടാവും ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് എന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ മിനിമം ഫയർ ആൻഡ് സേഫ്റ്റി റിക്വയർമെന്റ്സ് ഉണ്ട്, ലൈക്ക് നമ്പർ ആൻഡ് സൈസ് ഓഫ് എക്സിറ്റ്സ്, പിന്നെ ഹാൻഡ് റെയിൽസ് ആൻഡ് ഗാർഡ്സ് ഉണ്ടാവും, ഇലുമിനേഷൻ, എമർജൻസി ലൈറ്റിംഗ്, എക്സിറ്റ് സൈനേജ്, പോർട്ടബിൾ ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സിമ്പിൾ ആയിട്ട് നാം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇത്തരം ഡീറ്റെയിൽസ് ഒക്കെ വളരെ ഫാസ്റ്റ് ആയിട്ട് ഈ ഒരു വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇത് അത്ര കോംപ്ലിക്കേറ്റഡ് ഒന്നല്ല, എങ്കിലും നാം ഈ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ നമുക്ക് പ്രോപ്പർ ആയിട്ട് സ്റ്റഡി നടത്തി ഡ്രോയിങ് സബ്മിറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ റിജക്ഷൻസ് കണ്ടിന്യൂസ്ലി വരുമ്പോൾ നമ്മളൊരു ഡിസൈനർ എന്നുള്ള രീതിയിലും ഒരു കമ്പനി എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ എല്ലാവരും ഫേസ് ചെയ്യുന്നതാണ്. അത്തരം കാര്യങ്ങൾ പ്രോപ്പറായിട്ട് നമുക്ക് ഫിനിഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങളും കൂടെ നാം ശ്രദ്ധിക്കണം. ആ കാര്യങ്ങളൊക്കെ വളരെ ഫാസ്റ്റ് ആയിട്ട് ഈ ഒരു വീഡിയോയിൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നാം നേരത്തെ വീഡിയോയിൽ മെൻഷൻ ചെയ്ത പോലെ തന്നെ ഇത്തരം വീഡിയോസ് ഒക്കെ നാം ഉദ്ദേശിക്കുന്നത് സ്റ്റഡി പർപ്പസിന് വേണ്ടി മാത്രം, അതുപോലെ തന്നെ ബിഗിനേഴ്സിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലാണ്. അപ്പോൾ ഡിഫറെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസും അതുപോലെ കോഡ് റിലേറ്റഡ് ഇഷ്യൂസ് ഒക്കെ ഉള്ളതുകൊണ്ട് എല്ലാ വീഡിയോസും ഇങ്ങനെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഷെയർ ചെയ്യുന്നതിന് നമുക്ക് ചില റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ടോപ്പിക്സ് ഒക്കെ നിങ്ങൾ വീഡിയോ കണ്ടതിന് ശേഷം ഈ ഒരു ഫീൽഡിൽ സ്റ്റഡി നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തിട്ടുള്ള ഇമെയിൽ ഐഡിയിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഫുൾ വീഡിയോസ് അവൈലബിൾ ആയിരിക്കും. നമുക്ക് നേരെ ഈ ഒരു ടോപ്പിക്സ് വളരെ ഫാസ്റ്റ് ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഒന്ന് ഡിസ്കസ് ചെയ്യാം.